എടേ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ സൺറൈസ് കാണണമെന്ന മോഹവുമായിട്ട് ഞാനും ഷബിനായും ഫയാസും ഷാനും കൂടെ വേണ്ട എവിടെയാണ് നമ്മൾ ചുറ്റിപ്പാറയിലാണ് കേട്ടോ. പക്ഷെ സൂര്യനങ്ങ് ഉച്ചിയിലെത്തി കേട്ടാ. ഇവിടെ നിന്ന് നല്ലൊരു കുത്തനുള്ള തേരിയുണ്ട്. അതുകൊണ്ട് ഈ കോൺക്രീറ്റ് ഇട്ട തേരി ഫുള്ളങ്ങ് കയറണം. ശബനായൊക്കെ അത് അണഞ്ഞു തുടങ്ങി. നമ്മൾ കാറതാ താഴെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടാ. ഇതാ മുകളിലാണ് നമ്മുടെ പാറ പറഞ്ഞത്. ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് പോകണം. എന്താടാ ഫയാസേ, ബൈക്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കയറി പോവാം കേട്ടാ. ഓ എന്തേരടാ, ഒന്നുമില്ല. ബൈക്കിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കയറി പോകാൻ പറ്റും. ഇത് ശബനായൊക്കെ അണഞ്ഞിതാ. നല്ല കുത്തനുള്ള തേരിയാണ് കേട്ടാ. ഇവിടെ നിന്ന് കണ്ടാ നോക്കിക്കഴിഞ്ഞാൽ നല്ല കോട ഇറങ്ങിയിട്ടുണ്ടേ. രാവിലെ തന്നെ ആ സൂര്യ ഉദിച്ച് പറഞ്ഞതിൻ്റെ അവിടെ ഫുള്ള് മേഘമാണ്. ചെറിയൊരു റെഡിഷ് കളറ് കണ്ട. തള്ളലൊന്നുമല്ല, ഉള്ളത് തന്നെ. നിനക്ക് പൊക്കം ഇല്ലാത്തോണ്ട് കാണാൻ പറ്റാത്തത്. വാ 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 വാ. ഓ നല്ല ഹൈറ്റാണ് കേട്ടോ. നോക്ക്, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് അറ്റത്ത് കുറേ മലനിരകളൊക്കെ കാണാൻ പറ്റും. ഓടി എന്നാൽ കാണാം. വാ വേണ്ട, സൂര്യൻ ഉദിച്ചു പറഞ്ഞതിൻ്റെ ആ ഒരു ഭംഗിയുണ്ടോ, കാണിച്ചു തരാം. കണ്ട സൂര്യന് മേഘത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഉദിച്ച് വരെയാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു ഭംഗി നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം എത്താറായി. വാ ശബുവാ. ഇവിടെ വേണ്ട ചിറ്റിപ്പാറ ശ്രീ ആയിരവല്ലി തമ്പുരാൻ ക്ഷേത്രം ഉണ്ട് കേട്ടോ. ഇതിനടുത്തൂടെ പോകാനായിട്ട്. ഇത് ശബനെ തോറ്റ കേട്ടോ. അങ്ങ് പണയിൽ കിടക്കണതേ ഉള്ളു. പറ്റൂല. അണഞ്ഞ് ഷാൻ്റെ ഹുഡി എങ്ങനെ ഉണ്ട് കണ്ടോ. അമ്പലത്തിൻ്റെ അവിടെ നിന്ന് സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്. ചിറ്റിപ്പാറ ഇങ്ങോട്ടാണ് കേട്ടോ. നമ്മൾ ഈ ചെറിയ പാറകൾക്കിടയിലൂടെ ചാടി കയറി വേണം പോവാനായിട്ട്. അയ്യോ കമോ. അപ്പോൾ ഇതിലേ ഇങ്ങനെ നടന്ന് കയറി പോകണം. കണ്ടോ ഫുള്ള് കാടും മലയൊക്കെയാണ് കേട്ടോ. കാടും മലയൊക്കെ താണ്ടി വേണം പോവാൻ. അങ്ങനെ നമ്മൾ ഫൈനലി അങ്ങ് മുകളിൽ എത്താറായിട്ടുണ്ടേ. ഷബിന ഹാപ്പി അല്ലേ? നല്ല ഹാപ്പി അല്ലേ? അപ്പോൾ വാ, നമ്മളതാ എത്തി. ഇതാ കാണുന്നതാണ് പാറ. വാ ഷാനേ, ഏയ് ഷബു, ഹയാസേ. അങ്ങനെ ഫൈനലി നമ്മളിവിടെ എത്തിയിട്ടുണ്ടേ. നൈസ്. ദാ സൂര്യൻ കണ്ട ഉദിച്ച് വരണതേ ഉള്ളൂ. അടിപൊളി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് കാണാം കേട്ടോ. ഈ തൊളിക്കോട് മോളിൽ കയറാൻ പറ്റുമോ ഇനി? ആ ഷബു എണീരടി, ഇവിടെ അല്ല ഇനിയും മോളിൽ പോകണം. ഇവ ഷാ ആദ്യമേ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവ ഇവിടെ തന്നെ ഇരുന്നു ഈ പാറക്കെട്ടിൻ്റെ ഇടയിൽ. ഓന്തല്ലടി, അത് അരണ. ഓന്താണല്ലേ. അതിനെ ഓന്തിന് നിറം മാറാൻ പറ്റുമോ? അത് നിന്നെ പോലെയാണ്. അപ്പൊ മാക്സിമം എല്ലാരും വരിക. നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്ന്. ഒരു സൈഡില് മഞ്ഞ് കോട, മറു സൈഡിൽ അത്യാവശ്യം തെളിഞ്ഞ ആകാശവും തെളിഞ്ഞായിട്ട് തന്നെയാണ് കിടക്കുന്നത് കേട്ടോ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തൊളിക്കോട് മുസ്ലിം ജമാഅത്ത് തൊളിക്കോട് പള്ളി വരെ കാണാൻ പറ്റും കേട്ടോ. കണ്ട നമുക്ക് അത്രയ്ക്കും നല്ല ടോപ്പിലാണ് നമ്മളെ. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസമുണ്ടല്ലേ? ഷാനെ നീ എത്രാമത്തെ തവണ ഇവിടെ വരണം? മൂന്നാമത്തെ പ്രാവശ്യം. ഫയാസിന്റെ ഒരു കൂട്ടുകാരി ഇവിടെ പോട്ടെ വ്ളോഗ് ഇറങ്ങുമ്പോ. ഫയാസിന്റെ ഡിവിഷൻ അല്ല, ഫയാസിന്റെ ഡിവിഷൻ അല്ലാത്തോണ്ടാണ് കാണിച്ചിരിക്കാണ്. ഫോട്ടോയില് വേണില്ല, ആകെ വിഷയം. അപ്പൊ എന്തായാലും ഫയാസ് ഇവിടെ സ്കൂളിൽ പോകാൻ ഇവിടെ ഉണ്ട് നമ്മളോട്. ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് പൂജ കഴിക്കണത്. ഷാന് കുവൈറ്റിൽ പോകാനുള്ള ഫ്ലൈറ്റ് ആണ് ഇതാ പോണത്. ഇവിടെ വന്നിരിക്കണം. അതായത് ഇനി അടുത്ത ആഴ്ച പോവേയല്ലേ. അപ്പൊ നമുക്ക് ഇതിൽ ഈ വീഡിയോയിൽ അങ്ങ് റിവീൽ ചെയ്യാം അല്ലേ. അപ്പൊ ഇനി നമ്മളോടൊപ്പം റീൽസിൽ ഒരാഴ്ച കൂടി നമ്മുടെ പൊന്നോമന പുത്രം കാണുള്ളൂ. അതിനുശേഷം നമ്മള് ഫയാസിനെ ഇറക്കണം അല്ലടാ. അപ്പൊ എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത്? അപ്പൊ ഒരു 1.5 മാസം കൊണ്ട് നമ്മുടെ ഏകദേശം
സാലറിയുടെ കാര്യങ്ങളൊക്കെ പറ. സാലറി 3000 തരാന്ന് പറഞ്ഞാണ് വിളിച്ചത്. ഒരു റീലിന് പെർ റീല് 3000 രൂപ പറഞ്ഞാണ് വിളിച്ചത്. വന്നിട്ട് ഒരു പപ്സ് ഒരു ചായ എല്ലാം വേറൊന്നും ഞാൻ അതുവരെ കിട്ടിയിട്ടില്ല. എനിക്ക് പക്ഷെ അത്യാവശ്യം വൈറലാവാൻ പറ്റില്ലേ? അത്യാവശ്യം വൈറലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 4-3 ആളിപ്പോ ചെരുപ്പ് കൊണ്ടാണ് എറിയുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ ഇനി പുതിയ ആളിനെ എടുക്കാൻ പോണുണ്ട്. നമ്മൾ ഉടനെ തന്നെ ഒരു പരസ്യം നമ്മൾ കൊടുക്കാനുണ്ട്. മാസം 30,000 സാലറിക്ക് ഒരാളെ എടുക്കുന്നുണ്ട്. ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഹോട്ടലിലെ പണിയും കൂടെ ചെയ്യേണ്ടി വരും. ഹോട്ടലില് രാവിലെ പൊറോട്ട തുണിക്കടയില് പിന്നെ ഇടയ്ക്ക് സമയമുള്ളപ്പോ ഇവിടെ പോയി മുഖം കാണിക്കണം. അപ്പൊ എന്തായാലും താല്പര്യമുള്ളവര് DM ചെയ്തോ. നമുക്ക് ഇങ്ങനെ കറങ്ങി നടക്കാം. ഞാൻ ഇപ്പൊ തന്നെ നട്ടല് തൈരായാണ് ഞാൻ പോകുന്നത്. എന്നെ കൊണ്ട് പൊറോട്ട എടുപ്പിച്ചു, സവാള അരിയേക്കും, അങ്ങനെ ചെറിയ കട്ടിയില്ലാത്ത അപ്പൊ കുവൈറ്റിൽ എന്തിനാണ് പാപ്പ പറഞ്ഞു പാത്രം കഴിവേണ്ട, അത് വേറെ ആളുണ്ടോ. അതുകൊണ്ട് ഞാൻ ഇതിന്റെ കൂട്ടത്തില് നിങ്ങൾക്ക് സ്ട്രെസ് ഫ്രീ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ റീൽസിലൊക്കെ നിങ്ങളെ മുഖം കൂടി. അതെ, അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഇടയിൽ തന്നെ ജസ്റ്റ് ഒന്ന് എന്റർടൈൻമെന്റിന് വേണ്ടി നമ്മളുടെ അതോടൊപ്പം റീലിനൊക്കെ വരാല്ലേ, വീഡിയോസിന് ഷൂട്ട് ചെയ്യാനൊക്കെ വരാൻ പറ്റും. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ വന്നോ അല്ലേ. വീഡിയോ കാണുന്ന കൊച്ചു പിള്ളേരായിട്ടുള്ള ആൾക്കാർ അവർ സ്കൂളിൽ പോകണം. പിന്നെ ആരും വരെ വീഡിയോയില് കാണുന്ന സ്കൂളിൽ പോണതും പോവാത്തതുമായിട്ടുള്ള കൊച്ചു പിള്ളേര് പൂജ കുറച്ച് പേരുണ്ട്. ഇവിടെ ഒരുപാട് പേര് വരണുണ്ട് കേട്ടോ ഈ സ്പോട്ടില്. 3 പേര്, നമ്മൾ തന്നെ 4, 3, 7 പേര്, അവരൊരു 4, 3, 7 പേരൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഇങ്ങോട്ട് വന്നോ അല്ലേ, എല്ലാരും വന്നോ. ചുറ്റിപ്പാറ കണ്ടോ, സൂപ്പറാണ് കേട്ടോ. നമ്മള് പ്രതീക്ഷിച്ചില്ല. പക്ഷെ രാവിലെ നമ്മളിവിടെ ഒരു 6 മണിക്ക് എത്തണമെന്ന് വിചാരിച്ചാണ് വന്നത്. പക്ഷെ നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കും 6:45. പക്ഷെ 6:45 ആവാറായി, 6:30 കഴിഞ്ഞു. അപ്പൊ എന്തായാലും നിങ്ങള് മാക്സിമം നേരത്തെ എത്താൻ നോക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ 6 മണിക്കെങ്കിലും താഴെ എത്രയെങ്കിലും നടന്നു. ഇതിനെ പോലുള്ളതിനെ കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ ഒരു അറവാനെയും കൊണ്ടുപോകണം. തള്ളാനായിട്ട് 4 ലോഡും കാര്യം വിളിക്കണം. നമ്മൾ അവിടെ നിന്ന് റോട്ടേ വരുമ്പോ തന്നെ നമുക്ക് ഈ പാറ ആമേര രൂപത്തിൽ കാണാൻ പറ്റും. അതെ, ആമേര ഷേപ്പിലാണ് കേട്ടോ ഈ ചുറ്റിപ്പാറ ഇരിക്കുന്നത്. തല അത് തല ഇത് ഉടല്. അവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് അങ്ങനെ അറിയാൻ പറ്റും, ചെറിയൊരു ആമേര ഷേപ്പ് ഉണ്ട്. ആമേര അപ്പൊ കാണാൻ പറ്റും. പൊന്മുടി പോണ റൂട്ടിലാണ് കേട്ടോ ഈ പാറ. ഫയാസ് ഓക്കെ അല്ലേ? നമ്മളിനി നേരെ വീട്ടിൽ പോയി ഓരോക്കെ പെറോട്ട അടുപ്പിക്കണം. സവാള അരിയുണ്ട്, കുറച്ച് പരിപാടികൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ശരി.